അമ്പലത്തിൽ ഞാനൊന്ന് തല ചുറ്റി വീണു. യഥാർത്ഥ അപകടം അതൊന്നുമല്ല പാർവതി. ആ അപകടം സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് സംഭവിക്കാനുള്ള ദോഷമൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കിട്ടിയ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി വിടുമെന്ന് പറയാറുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. അമ്മ തലയിറങ്ങി വീണതിന്റെ പേരിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടായാലും വിജയകരമായിട്ട് തന്നെ ഞങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. 500 കോടിയുടെ പ്രോജക്റ്റാണ്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനി വേറെ ലെവലിലേക്ക് പോവുകയാണ്. അതെ അതെ, വേറെ ലെവലിലേക്ക് പോവാ. പക്ഷേ എല്ലാം പോകുന്നത് പ്രണവിന്റെ കയ്യിലേക്കാണെന്ന് മാത്രം. എന്താ വസു, നിന്റെ മുഖത്തൊരു പുഞ്ചിരി? സാധാരണ ഒരു നല്ല വാർത്ത കേട്ടാ മുഖം വാടേണ്ടതാണല്ലോ. നമ്മുടെ നേട്ടങ്ങളും വിജയങ്ങളും കേട്ടിട്ട് വസുന്ധരാന്റിക്ക് ഭ്രാന്തായിന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ റിയാക്ഷൻ അല്ല വീഴേണ്ടത്. റിയാക്ഷനൊക്കെ ഒരു പൊടിക്ക് പോലും വ്യത്യാസം ഇല്ലാതെ തന്നെയാ വീണത്. കാരണം ഞാൻ ശകുനം വന്ന ആരും ഇന്നോളം ഗുണം പിടിച്ചിട്ടില്ല. നിങ്ങൾ നേടിയെന്ന് ഇപ്പൊ നിങ്ങൾ അവകാശപ്പെടുന്ന ഈ ജയത്തിന് പിന്നിലും എന്തോ ഒരു ആപത്ത് വരാനുണ്ടല്ലോ എന്നൊരു തോന്നലാ എന്റെ ഉള്ളിൽ ഇപ്പൊ. ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏട്ടത്തി അമ്പലത്തില് തലചുറ്റി വീണത്. സൂക്ഷിച്ചോളൂ, അല്ലെങ്കില് അപകടം ചെയ്യും. ഇനിയും എന്തെങ്കിലും അപകടം ചെയ്യുന്നുള്ളത് നിങ്ങളുടെ വെറും ആഗ്രഹം മാത്രം. ആഗ്രഹമല്ല, എന്റെ ഒരു ഉൾവിളിയാണെന്ന് കരുതിക്കോ. ഇനി എന്റെ ഒരു പ്രഡിക്ഷൻ കൂടി കേട്ടോളൂ. ഒട്ടും വൈകാതെ ഈശ്വരമംഗലം വീടിന്റെ സർവാധികാരിയായി പ്രണവ് ഈ വീട്ടിലേക്ക് തിരികെ വരും. അവന്റെ വരവ് തനിച്ചായിരിക്കില്ല, ഒപ്പം ശിവാനി ഉണ്ടാവും. അവനൊരു കാരണവരെ പോലെ ഈ വീടിന്റെ ഈ സിറ്റൗട്ടില്ലേ, ഒരു കസേര വലിച്ചിട്ട് കാലുമേ കാല് കയറ്റി വെച്ച് ഇരിക്കും. പിന്നെ നിങ്ങളുടെ അവസ്ഥ പറയട്ടല്ലോ. കാണാൻ പോകുന്ന പൂരം കണ്ടറിയാം നമുക്ക്. ആന്റി എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഗൗതം. ഒന്നുമില്ലെന്നേ, നമ്മൾ സക്സസ് ആയി നടന്ന ടെൻഷനിൽ വെറുതെ ഓരോ ഡയലോഗ് കാച്ചുന്നല്ലേ. നിങ്ങൾ വാ. ശിവാനിയെ പറഞ്ഞു വിട്ട് അമ്മയെ മയക്കി കിടത്തി നിധിയെ ഹൈടെക് ഓഫീസിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും ഗൗതമന്റെ മനസ്സിൽ തീകോരിയിടാനും ആന്റി പെട്ടെന്നെടുത്ത തീരുമാനമുണ്ടല്ലോ. ഓ, അതാ ട്വിസ്റ്റായത്. അങ്കിളിലായാലും ആന്റിയിലായാലും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കഴിവെന്നല്ല വിളിക്കേണ്ടത്, കപ്പാസിറ്റി എന്ന്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നു പോവാതെ ചിന്തിക്കുകയും വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യും. റിയലി ഗ്രേറ്റ്. ഇതെന്തോ ഇത്? കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് സന്തോഷിക്കാൻ ഒരു വിജയം കിട്ടിയതല്ലേ. CKS ഞങ്ങൾ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഇത് ആഘോഷിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. കൊറേ നേരമായി നിന്നെ കാണാതായപ്പോഴേ ഞാൻ ആലോചിച്ചു ഇത് എവിടെ പോയിരിക്കുവാന്ന്. എടുക്ക് പ്രണവ്, എടുക്ക്. ആന്റി, മോളെ ഇതെവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. CKSയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. സമയം എത്രയായി? 8 മണിയാവുമ്പോ വിളിക്കാന്നാ CKS പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇതുവരെ കോളൊന്നും വന്നില്ലല്ലോ. മണി 8 പോകുന്നേ ഉള്ളൂ. മിക്കർ അങ്കിളിപ്പോ വിളിക്കും. നമുക്ക് 3 പേർക്കും കൂടി നാളെ ജയിലിൽ പോയി അങ്കിളിനെ ഒന്ന് കണ്ടാലോ? നമ്മൾ 3 പേരും കൂടി തന്നെ അങ്കിളിനെ പോയി കാണും. പക്ഷേ അത് ജയിലിൽ വെച്ചായിരിക്കില്ല എന്ന് മാത്രം. അല്ല, ആന്റി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആന്റി എന്തോ തന്ത്രം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. CKS ഞങ്ങളുടെ പുറത്തിറക്കാനുള്ള പരിപാടിയാ. അല്ല, അതിന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഡേറ്റ് ആയില്ലല്ലോ, പിന്നെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഒരു കോടതിയുടെ ഔദാര്യത്തിനും കാത്തു നിൽക്കാതെ നാളെ CKS പുറത്തു വരും.
ദേ ഷാർപ്പ് 8 മണി. ഏത് കാരാഗ്രഹത്തിലും CKCക്ക് സർവ്വ സ്വാതന്ത്ര്യ. ദേ വിളി വന്ന കണ്ടില്ലേ?